നിന്നൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് പിന്നെണ്ടാ ചായ ഒന്നും പോയാട്ടെ പോവാൻ പറ എന്നോട് നിന്നൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് നാറിയിട്ട് വയ്യ എന്തും മണ്ണോണ് ഇവരൊന്നും കടയ്ക്കല്ലേട്ടാ ഉള്ള കച്ചവടം പോവും. എവിടെ ചെന്ന് നോക്കും 100 രൂപ എന്തോരം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്. 100 രൂപ പോയി മോനെ. ആ മോനോട് പറഞ്ഞിട്ട് എന്ത്, മോന് പറയാനും അറിഞ്ഞൂടെ ആരോടെങ്കിൽ എനിക്ക് കണ്ണും കണ്ടു. ആ നോക്ക്. ഓ ആരാണത്? വേണുവാണ്. ഏത് വേണു? കൈമാതുരുത്തി വേണു. അതെ, ഒന്നും തോന്നല്ലേട്ടാ മോനെ. ഉമ്മാക്ക് കണ്ണിന് വലിയ കാഴ്ചയില്ല, ഒരു നിഴല് പോലെയാണ് കാണുന്നത്. അതാണ് ചോദിച്ചത്. ഞാനിങ്ങോട്ട് പണി കഴിഞ്ഞ് വരാക്കേ അവിടെ ഇറച്ചിപ്പരടുത്ത് ഒരു ബോർഡ് കണ്ടു. ഉമ്മാടെ കയ്യിൽ നിന്ന് 100 രൂപ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പഞ്ചസാര പിടിക്കാൻ പോയപ്പോ എന്റെ കയ്യിലുണ്ടായ 100 രൂപ പോയി. ഞാൻ 100 രൂപ എന്റെ കയ്യിലുണ്ട്, ഇത് ഉമ്മ പിടിച്ചോ. അപ്പൊ ആ പൈസ മോന് കിട്ടിയാ? ആ പൈസ കൊണ്ട് ആൾക്കാർ പോയിട്ടുണ്ടാവും. ഇത് ഞാൻ പണിയെടുത്ത് വരുന്ന വഴിക്ക് ഉമ്മക്ക് തരാൻ വിചാരിച്ചു തന്നെ. വേണ്ട പൊന്നെ. ഇല്ല, പൊന്നു കൊണ്ടുപോയിക്കോ. ഇരിക്കട്ടെ, ഇനി വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. പടച്ചോനെ ഞാൻ പോട്ടെ എന്നാല്. മോനെ പടച്ചോൻ കാക്കട്ടെ. ഓ ഒരു 100 രൂപ തരാമെന്നാണ്. മോൻ ബോർഡ് കണ്ട? ഇതെന്ത് മറിമായം പടച്ചോനെ. അല്ലാ ആരാണ്? ഞാനാണ് തെക്കല രാജേഷ്. തെക്കല രാജേഷ്. ആ കൊറേ നാളായല്ല കണ്ടിട്ട്. പണി കുറെ തെക്കാണുമ്മ, അപ്പൊ ആഴ്ചയിലൊക്കെ ഒരു ദിവസം വരുള്ളൂ. അപ്പൊ ഇന്ന് വന്നപ്പോണ്ട് ഇറച്ചിക്കടയുടെ അതിലേക്ക് പോന്നു. അവിടെ ഉണ്ട് ഉമ്മാടെ ഒരു ബോർഡ്. പഞ്ചസാര മേടിക്കാൻ പോയപ്പോ കാശ് പോയി എന്നൊക്കെ പറഞ്ഞിങ്ങാട്ട്. ആ മോനെ, ഉമ്മേ പഞ്ചസാര പിടിക്കാൻ പോയപ്പോ കയ്യിലുണ്ടായ 100 രൂപ പോയി. മോന്റെ മോറ് തന്നെ ഞാൻ കാണുന്നില്ല, അത്രയും തെളിച്ചില്ല കണ്ണിന്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഉമ്മാക്കൊരു 100 രൂപ തരാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ്. വേണ്ട, ഇത് കുറെ ആൾക്കാരായി ഇപ്പൊ ഈ കാശ് തരണം. മോനൊരു കാര്യം ചെയ്യും, ആ ബോർഡ് എടുത്ത് മാറ്റിക്ക് പോണ വഴിക്ക് അതവിടെ ഇരുന്നോട്ടുമ്മ. വേണ്ട, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. കൊറേ കാശ് കിട്ടിപ്പ. വേണ്ട പൊന്നെ. ഉമ്മക്ക് നിർബന്ധാണെങ്കിൽ ഞാനത് പോണ വഴിക്ക് എടുത്ത് കീറിക്കളയാം. മോനത് മാറ്റിയേക്കട്ടാ. പോട്ടെ.